ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഒരു മനുഷ്യന് ഏറ്റവും അധികം വേണ്ടത് സന്തോഷമാണ്. എല്ലാവരും ചോദിക്കുക, സുഖമല്ലേ, സന്തോഷമല്ലേ? സുഖം, സന്തോഷം, സംതൃപ്തി, ആനന്ദം എന്നൊക്കെ പറയുന്നത് അല്പസ്വല്പം മാത്രമേ വ്യത്യാസമുള്ളൂ. എങ്കിലും സന്തോഷം എന്ന വാക്കിൻ്റെ അർത്ഥം സ്വയം തോഷിക്കുക എന്ന് പറഞ്ഞാൽ വികസിക്കുക. സ്വയം മറ്റൊന്നിൻ്റെയും അപേക്ഷ കൂടാതെ നമ്മുടെ മനസ്സ് ആനന്ദിച്ചു കൊണ്ടിരിക്കുന്നതിനാണ് സന്തോഷം എന്ന് പറയുന്നത്. ആ സന്തോഷം നമുക്ക് എങ്ങനെയാ കിട്ടുക? സാധാരണ നാം ഇഷ്ടപ്പെട്ട വസ്തുക്കൾ കിട്ടുന്നത് അതിന് സുഖം എന്നാണ് പറയുന്നത്. തനിക്ക് ഇഷ്ടപ്പെട്ട വസ്തു കിട്ടുമ്പോൾ സുഖം, അത് കിട്ടിയില്ലെങ്കിൽ ദുഃഖവുമായി. എന്നാൽ സന്തോഷം അങ്ങനെയല്ല. മറ്റൊന്നിൻ്റെയും ആപേക്ഷികത ഇല്ലാതെ മനസ്സ് സ്വസ്ഥമാകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ് സന്തോഷം. ആ സന്തോഷം ഏറ്റവും ശ്രേയസ്കരമാണ്. ആ സന്തോഷത്തെ നശിപ്പിക്കാൻ ഈ ലോകത്തിലെ ഒരു വസ്തുവിനും ഒന്നും സാധ്യവുമല്ല. കാരണം വസ്തുക്കളിൽ നിന്ന് കിട്ടിയതല്ല ആ സന്തോഷം. അതിനാൽ പറയുന്നു, സന്തോഷം ശ്രേയസ്സുപാരം ആഹോ, സന്തോഷം തന്നെ മഹാനന്ദമോർത്താൽ, സന്തോഷം വിശ്രാന്തി മൂലം സദാ സന്തോഷത്തോടിരി എന്തു വന്നാലും. ഈ 4 വരി നമ്മൾ വളരെയധികം വിചിന്തനം ചെയ്ത് ഗ്രഹിക്കേണ്ടതാണ്. എങ്ങനെയാണ് ഈ സന്തോഷം നമുക്ക് ലഭിക്കുക? സന്തോഷം ശ്രേയസ്സു പാരം ആഹോ, ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ളതാണ് സന്തോഷം. സന്തോഷം ശ്രേയസ് പാരം ആഹോ, സന്തോഷം തന്നെ മഹാനന്ദമോർത്താൽ. ഈ സന്തോഷം തന്നെയാണ് ഏറ്റവും വലിയ ആനന്ദം. ഇനി ഈ സന്തോഷം നമുക്ക് എങ്ങനെ കിട്ടും? സന്തോഷം വിശ്രാന്തി മൂലം, വിശ്രമം കൊണ്ടാണ് ഈ സന്തോഷം കിട്ടുന്നത്, വസ്തുക്കളെ കൊണ്ടല്ല. നമ്മുടെ മനസ്സ് ചലനം ഇല്ലാതെ നിശ്ചലാവസ്ഥയെ പ്രാപിക്കുമ്പോൾ മനസ്സ് എവിടെയും പോകേണ്ടതായിട്ടില്ല എന്ന അവസ്ഥ വരുമ്പോൾ, അതിനാണ് നിശ്ചലാവസ്ഥ. അപ്പോഴാണ് സന്തോഷം വിശ്രാന്തി മൂലം. വിശ്രാന്തിയെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സ് മറ്റൊന്നും ആവശ്യമില്ലാതെ സ്വയമേവ അടങ്ങി ഇരിക്കുന്ന അവസ്ഥയാണ്. മറ്റുള്ളവരാൽ അടക്കിയിരിക്കുന്നതല്ല, അടങ്ങി ഇരിക്കുന്നതാണ്. സന്തോഷം വിശ്രാന്തി മൂലം സദാ സന്തോഷത്തോടിരി എന്തു വന്നാലും. നമുക്ക് ഈ ലോകത്തിൽ പലതരത്തിലുള്ള പ്രതികൂലങ്ങൾ ഉണ്ടാകും. പലപ്പോഴും, എപ്പോഴും അനുകൂലമല്ല. ചൂടുകാലം വരാം, തണുപ്പുകാലം വരാം, പേമാരി കോരിച്ചൊരിയുന്നതുണ്ടാകാം. അങ്ങനെ വൈഷമ്യങ്ങൾ നിറഞ്ഞ പല സന്ദർഭങ്ങളും ഉണ്ടാകാം. പക്ഷേ അതെല്ലാം വന്നാലും സന്തോഷത്തോടു കൂടി ഇരിക്കൂ. അതിന് നമ്മുടെ മനസ്സ് അലയാതെ വലയാതെ എങ്ങുമെങ്ങും അവിടെ ഇവിടെയൊക്കെ അലഞ്ഞ് തിരിയാൻ മനസ്സിനെ അനുവദിക്കാതിരുന്നാൽ മാത്രം മതി. അങ്ങനെയൊന്ന് ശീലിച്ചു നോക്കൂ. എപ്പോഴും തോന്നിയ മാതിരിയല്ലേ പ്രവർത്തിക്കുന്നത്, പറയുന്നത്. ആ തോന്നിയതുപോലെ പ്രവർത്തിക്കാതിരിക്കുക. തോന്നൽ വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്ന് നാം വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. അത്യാവശ്യവും വേണ്ടതുമാണെങ്കിൽ ആ തോന്നലിനനുസരിച്ച് നാം പ്രവർത്തിക്കണം. എന്നാൽ മനസ്സങ്ങനെയല്ല. മനസ്സിന് പലതും തോന്നിക്കൊണ്ടിരിക്കും. ഈ തോന്നലിനെല്ലാം ശരീരത്തെ നമ്മൾ വിട്ടുകൊടുക്കരുത്. തോന്നലിൻ്റെ കൂടെ നമ്മൾ കൂടരുത്. നമ്മുടെ കൂടെ തോന്നൽ കൂടണം. അങ്ങനെയാണ് വേണ്ടത്. അതിനാണ് വിശ്രാന്തി എന്ന് പറയുന്നത്. മനസ്സിൻ്റെ വിശ്രാന്തി കൊണ്ടാണ്
പരമമായ ശ്രേയസ്സും സന്തോഷവും നമുക്കുണ്ടാവും. ആ സന്തോഷം ഉണ്ടാവണമെങ്കിൽ മനസ്സടങ്ങിയിരിക്കണം എന്നാണ്. സന്തോഷം ശ്രേയസ്സുപാരം ആഹോ, സന്തോഷം തന്നെ മഹാനന്ദമോർത്താൽ. സന്തോഷം വിശ്രാന്തി മൂലം സദാ, സന്തോഷത്തോടിരി എന്തു വന്നാലും. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ.